pain and hardship hit the sea. Side by side we have been. Side by side we have been. Visions of my life flashed across the sky. തകർച്ചകളും ദുഃഖദുരിതങ്ങളും എല്ലാം കാണുന്നു നീ. എൻ വേദനയും മനഭാരങ്ങളും എല്ലാം അറിയുന്നു നീ. തളരില്ല ഞാൻ, തകരില്ല ഞാൻ, ആശ്വാസമേകും
പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പകൽക്കാലം വീണ്ടും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ പാഷൻ വീക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരാഴ്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏത് വിധത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ. പെസഹയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തിരിക്കുന്നു. 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനേകം വ്യക്തികളുടെ വിവരണങ്ങൾ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പരീശന്മാരും പുരോഹിതന്മാരും ഒരുമിച്ച് കൂടി ആലോചിക്കുന്നത് എങ്ങനെ യേശുവിനെ പിടിക്കുവാൻ കഴിയും. അവിടെ വേറെ അനേകം വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ശീമോൻ എന്ന ഒരു കുഷ്ഠരോഗി, അവൻ യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ഭവനത്തിൽ യേശു ആയിരിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ വളരെ വിലയേറിയ തൈലം അടങ്ങുന്ന വെൺകൽ ഭരണി കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിൻ്റെ തലയിലേക്ക് പകരുന്നതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തും ചെയ്യുവാൻ തയ്യാറായി, ഗുരു പറയുന്നത് കൽപ്പിക്കുമ്പോൾ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കുടം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാം. അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ 2 പേരോട് യേശു ആവശ്യപ്പെടുന്നു. ആ 2 പേർ പോകുന്നു. കുടം ചുമന്നുകൊണ്ട് പോകുന്ന വ്യക്തിയെ ഈ 2 പേർ അനുഗമിക്കുന്ന നമുക്ക് കാണാം. ഈ കുടം ചുമന്നുകൊണ്ട് പോകുന്ന വ്യക്തി ഒരു വീട്ടിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥനോട് മാളിക മുറി ഇവർക്ക് വേണ്ടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് യേശു പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ മാളിക മുറിയുടെ ഉടമസ്ഥൻ, ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനെ നമുക്കവിടെ കാണാം. ഇങ്ങനെ അനേകം വ്യക്തികളെ നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം അല്ലെങ്കിൽ പെസഹയുടെ ഉത്സവം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ദൈവത്തോട് അടുക്കുന്ന ദിവസങ്ങൾ. അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ പോലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങൾ. അങ്ങനെയെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ ആത്മീയമായി പ്രാധാന്യമുള്ള ദിവസങ്ങൾ. എന്നാൽ ആ ദിവസങ്ങളെ എങ്ങനെയാണ് പല വിധത്തിൽ ആൾക്കാർ പ്രയോജനപ്പെടുത്തുന്നത്? ആ ദിവസങ്ങളിൽ പുരോഹിതന്മാരും പരീശന്മാരും ചിന്തിക്കുന്നത് എങ്ങനെ യേശുവിനെ പിടികൂടാം. എന്നാൽ ഒരു കുഷ്ഠരോഗിയായ ശീമോൻ യേശുവിനെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ പ്രേക്ഷകരെ, പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഇന്ന് പകൽക്കാലം എൻ്റെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുക. ചില വ്യക്തികൾ യേശുവിനെ എങ്ങനെ ചതിച്ചു കൊല്ലണം, എങ്ങനെ പിടിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, യേശുവേ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ആ മഗ്ദലക്കാരത്തി മറിയ തൻ്റെ ജീവിതത്തിൽ അനേകം നാളുകളായി സൂക്ഷിച്ചിരുന്ന ആ വെൺകൽ ഭരണിയിലെ തൈലം യേശുവിൻ്റെ ശിരസിലേക്ക് പകരുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് അവൾ ഏറ്റവും പ്രാധാന്യം യേശുവിന് കൊടുക്കുന്നു, ഏറ്റവും യേശുവിന് വില കൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ, തീരുമാനമെടുക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ യേശുവിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അവനാണോ നീ വില കൽപ്പിക്കുന്നത്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവിനോട് പറയാം, യേശുവേ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ, ഞാൻ നിനക്ക് വില നൽകുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് പെസഹയോട് അടുത്തിരിക്കുന്നു. പെസഹ കഴിക്കേണ്ടതിന് യേശു 2 പേരോട് തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പോകുവാൻ പറയുന്നു. അവിടെ ആ 2 പേർ പോകാൻ തയ്യാറാകുന്നു. ഒരു വ്യക്തി കുടം ചുമന്നുകൊണ്ട് പോകുന്നത് കാണുമെന്ന് പറഞ്ഞു. ആ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ അത് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ, കുടം ചുമന്നുകൊണ്ട് പോകുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അത്രമാത്രം. ദൈവത്തിനു വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്നവരായി മാറുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി എന്നെ മാറ്റണമേ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കാം, കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കാം. എന്ത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിലും ഒരു നിമിഷം ചിന്തിക്കുക, ഞാൻ യേശുവിന് പ്രയോജനമുള്ളവനാണോ? എനിക്ക് എങ്ങനെയാണ് പ്രയോജനമുള്ളവനായി തീരേണ്ടതെന്ന് അറിയില്ല. ഏത് വിധത്തിലാണ് ഞാൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതിനൊരു ഗൈഡൻസ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുക. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുക. ആ 2 പേരും കടന്നു പോകുന്നു. ആ കുടം ചുമക്കുന്ന വ്യക്തിയുടെ പുറകെ പോകുന്നു. ആ വീട്ടുടമസ്ഥനെ കാണുന്നു. വീടിൻ്റെ മാളിക മുറി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ തൻ്റെ ഭവനം യേശുവിന് വേണ്ടി ഒരുക്കും. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
നിൻ്റെ ഭവനം തുറന്ന ഭവനമാണ്. യേശുവിനെ എതിരേൽക്കുന്ന ഭവനമാണ്. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വന്നു കൂടുവാൻ അവസരം നൽകുന്ന ഭവനമാണ് നിൻ്റെ ഭവനം. ഇന്ന് പകൽക്കാലം അനേകം വ്യക്തികൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം നിൻ്റെ ഭവനത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവേ, പിതാവേ, അനേകം വ്യക്തികൾ ആശ്വാസമില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ നിൻ്റെ ഭവനം അനേകം പേർക്ക് ഒരു തണലേകുന്ന ഭവനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെസഹ ആചരിക്കുവാൻ യേശുവും ശിഷ്യന്മാരും ആ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ്, എന്നോടുകൂടെ ഇരിക്കുന്ന തന്നെ ഒരു വ്യക്തി എന്നെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയാകും. യേശുവുമായി നല്ല ചേർന്നിരുന്ന ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് യൂദ വിട്ടുപോവുകയാണ്. പരീശന്മാരും പുരോഹിതന്മാരുടെ മടുക്കലേക്ക് യൂദ കടന്നു പോകുന്നു. അവൻ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറെന്ന് അവരോട് പറയുന്നു. അതിനാവശ്യമായ വെള്ളിക്കാശും അവന് ലഭിക്കുന്നു. ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂദ കടന്നു വരുന്നു, യേശുവിനെ ചുംബിക്കുന്നു, ഒറ്റിക്കൊടുക്കുവാനിടയാകുന്നു. പടയാളികൾക്ക് മനസ്സിലായി ഇതാണ് യേശു. അവർ പിടിക്കുവാനിടയായി. പിടിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ നമുക്കറിയാം യേശുവിനെ അനേകം പ്രാവശ്യം പലരും മാറി മാറി വിസ്തരിച്ചു. അതിനെക്കുറിച്ചല്ല ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ഏതൊക്കെ വിധത്തിൽ വേദനിച്ചു, ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് യേശുവിനെ എല്ലാ പടയാളികളും മുഷ്ടി കൊണ്ട് ഇടിച്ചുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. മാറി മാറി ഇടിച്ചു. ആ രാത്രി മുഴുവനും പടയാളികൾ ഉറങ്ങാതെ യേശുവിനെ മുഷ്ടി കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു. പലർക്കും യേശുവിനെ ചാട്ടവാറിട്ടടിച്ചത് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ മുഷ്ടി കൊണ്ട് അതിൻ്റെ തലേ ദിവസം രാത്രി മുഴുവനും മുഷ്ടി കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു. കണ്ണ് കെട്ടിയിട്ട് പടയാളികൾ മാറി മാറി തുപ്പിയിട്ട് ആരാ തന്നെ ഇപ്പോൾ തുപ്പിയതെന്ന് പ്രവചിക്കുക എന്ന് അവനോട് പറഞ്ഞു. നമുക്കറിയാം, ഒരു വ്യക്തി നമ്മളെ ഇടിച്ചാൽ തന്നെ എന്തുമാത്രം നമുക്ക് വേദനിക്കും. ഇതും റോമർ പടയാളികൾ, അതും ഒന്നല്ല രണ്ടല്ല, ഒരു കൂട്ടം പടയാളികൾ മാറി മാറി യേശുവിനെ ഇടിക്കുക. ആ രാത്രി മുഴുവനും അവർ മാറി മാറി ഇടിച്ചു. 1.5 ഇഞ്ച് നീളമുള്ള മുള്ളുകളുള്ള മുൾക്കിരീടം തലയിൽ വെച്ച് ചവിട്ടി ഇറക്കി. ആ 1.5 ഇഞ്ച് നീളമുള്ള മുള്ളുകൾ തലയൊട്ടി പിളർന്ന് തലച്ചോറിനെ കീറി മുറിക്കുവാനിടയായി. അതിലെ ഒരു മുള്ള് പൊത്ത് ഒരു കണ്ണിൽ കൂടി പുറത്തു വന്നു എന്നാണ് പണ്ഡിതാക്കൾ പറയുന്നത്. ആ വേദന നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത യേശു എന്തിനീ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു? വീണ്ടും നമുക്കറിയാം, അടുത്ത ദിവസം യേശുവിനെ അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ചാട്ടവാറിട്ട് അടിക്കുന്നു. ഇരുമ്പ് വളയങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും മനുഷ്യൻ്റെ എല്ലുകളുമുള്ള ചാട്ടവാറിട്ട് ഒരടി അടിക്കുമ്പോൾ 12ഓളം സ്ഥലങ്ങളിൽ അത് തറച്ചു കയറുന്നു. ഇരുമ്പ് വളയങ്ങൾ ശരീരത്തിൽ തറച്ചു കയറുന്നു. ഇരുമ്പ് കഷ്ണങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ തട്ടി അത് നീര് അടിക്കുവാനിടയാകുന്നു. ചാട്ടവാറ് തിരിച്ച് പിടിച്ചു വലിക്കുമ്പോൾ ചത കീറി പറഞ്ഞു വരുന്നു.